എന്താണ് ടാങ്ക് ഞാൻ ഇതുവരെ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല കേട്ടോ. ഇത്ര അടുത്തായിട്ട് നമ്മളെ ട്രെയിൻ എത്തിയിട്ടുണ്ട് കേട്ടാ. ഹായ് ചെങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ കിടന്നുറങ്ങിയ പമ്പാണ് ഈ ഒരു പമ്പ് എന്ന് പറയുന്നത്. ഞാനിവിടെ എത്തിയിരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ കൊതുകുണ്ടായതുകൊണ്ട് ഇന്നലെ വലയൊക്കെ ഇട്ടാണ് കയറുന്നത്. അതുപോലെ തന്നെ ഇന്നലെ രാത്രി ഒരു 2 മണിക്ക് ഇടി വെട്ടുന്നു. ഒരു 3 മണിയോടുകൂടി മഴ പെയ്യുന്നു. മഴ പെയ്തിട്ട് ഒരു 5 മണി 5:30 വരെയൊക്കെ മഴ ഇവിടെ പെയ്തിട്ടുണ്ട്. നല്ല മഴയൊക്കെ ഇത് കർട്ടനൊക്കെ ഇട്ടാൽ കിടന്നത്. എന്താ പറയുക, ചെറിയ രീതിയിലൊക്കെ ഉള്ളിലൊക്കെ വെള്ളം കയറി. ഞാൻ കർട്ടൻ ഇട്ടിട്ടില്ലായിരുന്നു, കാരണം രാത്രി ചൂടായതുകൊണ്ട് ഞാൻ കർട്ടൻ ഇടാതെ കിടന്നു. അപ്പോൾ പിന്നെ മഴ പെയ്ത് അപ്രതീക്ഷിതമായതുകൊണ്ട് അത് ഇട്ടുമ്പോഴേക്ക് കുറച്ചൊക്കെ നനഞ്ഞു പോയി. എന്തായാലും അതൊക്കെ കുഴപ്പമില്ല. ഇനി അവിടുന്ന് പോകുന്നത് ചെന്നൈയിലേക്കാണ്. ചെന്നൈയിലേക്ക് പോകുന്ന കാഴ്ചയും കണ്ട് അങ്ങനെ പോകാം. ചെന്നൈയിൽ നമുക്ക് ചെല്ലുമ്പോൾ നമുക്കൊരു ഫാമിലിനെയും കാണാനുണ്ട് കേട്ടോ. അവർ നമ്മളവിടുന്ന് വരുമ്പോൾ തന്നെ, നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞായിരുന്നു ചെന്നൈ വരുവാണെങ്കിൽ അറിയിക്കണം. അപ്പോൾ ഇന്നലെ അവരെ അറിയിച്ചിരുന്നു. അപ്പോൾ അവർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അവർക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് ലൊക്കേഷനൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം അവരുടെ അടുത്തേക്കാണ് പോകുന്നത് ചെന്നൈയിൽ. വേറെ എവിടേക്ക് ചെന്നൈയിൽ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ചെന്നൈ ഒന്ന് കാണുക, ചെന്നൈ സിറ്റി ഒന്ന് ഇങ്ങോട്ട് കറങ്ങുക, അവിടെ ഇറങ്ങുക, അത്രേ ഉള്ളൂ എൻ്റെ പ്ലാന്. അത് കഴിഞ്ഞാൽ ചെന്നൈയിൽ വല്ലാതെ നിൽക്കാനൊന്നും ഞാൻ കരുതുന്നില്ല. ആകെ ഒരൊറ്റ ദിവസത്തെ പ്ലാൻ മാത്രമേ ചെന്നൈയിലുള്ളൂ, അതിനപ്പുറത്തേക്ക് പ്ലാനേ ഇല്ല. എന്നാൽ പിന്നെ പൂങ്ങനെ ഞാനൊന്ന് ഗ്ലാസ്സൊക്കെ ഒന്ന് കഴുകി ബാക്കി കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് എല്ലാം കട്ടിയാവും. നമ്മളുടെ പ്രധാനിയാണ്, നമ്മുടെ കുത്തെടുക്കുന്ന സാധനമാണ്. പോയാൽ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ സെറ്റാണ്. ഇതൊന്ന് കെട്ടി വെക്കണം. അതുകൊണ്ട് വെച്ച് ഈ കർട്ടൻ മര്യാദയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പോവാം. എല്ലാം കൊണ്ടും ഓക്കെ. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളൊക്കെ ആ സബ്സ്ക്രൈബ് ബട്ടനൊക്കെ നട്ടിയിട്ട് ആ ബെൽ ബട്ടനൊക്കെ ഒരു 2 തട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യുങ്ങളേ. വെള്ളപ്പം അതിൻ്റെ രസം കിട്ടുക. ഞാൻ ഈ പമ്പെന്നൊരു തുള്ളി ഡീസൽ അടിച്ച് പോയത്. ഏതായാലും കടന്നുറങ്ങിയ പമ്പല്ലേ, 200 രൂപയ്ക്കെങ്കിലും അടിക്കായിരുന്നു. എണ്ണ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ വണ്ടിയിൽ കുറവാ. വണ്ടിക്ക് തന്നെ ഡയറക്റ്റ് അടിക്കായിരുന്നു. അപ്പൊ ഓർക്ക് ഭയങ്കര തിരക്കാ. ഓർക്ക് വലിയ വണ്ടികളാണ് ഓർക്ക് വരുന്നത്. ഇവിടെ വെറും ലോറികളാണ്. ലോറികളുടെ ഒരു ഏരിയയാണ് നാഷണൽ ഹൈവേ 48. ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ റോട്ടില്. രാത്രി നല്ല മഴയും പകലല്ല വെയിലും. അതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. എനിക്ക് ഇപ്പൊ തന്നെ വിശക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഇനി കാണുന്ന ഏതെങ്കിലുമൊക്കെ ഒരു ഹോട്ടലോ തട്ടുകടയോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ദോശ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. വിശക്കുണ്ട്, നല്ല വിശപ്പുണ്ട് ചെങ്ങന്മാരപ്പം. ഞാൻ ചായ കുടിച്ചിങ്ങനെ ഇറങ്ങുവാണ്. ചായ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചായ കുടിച്ചിട്ട് കുറച്ച് ദിവസമായി തന്നെ പറയാം. 2 ദിവസമൊക്കെ ആയതുകൊണ്ട് ചായ കുടിച്ചിട്ട് ചായ കിട്ടൂല ഇവിടെ. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം മാത്രമായിട്ട് ഇപ്പൊ ചായ അല്ല. അത് ഞാനിങ്ങനെ പോകുന്ന പോക്കില് ഈ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഫുട്പാത്ത് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഡ്രൈനേജ്, ആ ഡ്രൈനേജിന്റെ മേലുള്ള ഒരു ചെറിയൊരു തട്ടുകടയാണ്. തട്ടുകട എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തട്ടുകട എന്ന് പറയാം. അതിൽ ഇഡലി, ദോശ, പൂരി ഇതൊക്കെ ഉണ്ട്. ഞാൻ 4 ഇഡലി എടുത്തു. അതിലേക്ക് ഒരു വടയും തന്നു വരും. അത് ചെറിയൊരു വടയാണ്. വെച്ചെങ്കിൽ ആ വടന്റെ ടേസ്റ്റ് എന്താ എഴുതിയിട്ടാ, നല്ല ടേസ്റ്റുള്ള ഒരു വട. അതുപോലെ തന്നെ ഇഡലി ഓക്കെ, സാമ്പാറും ഒക്കെ അടിപൊളിയായിരുന്നു. 36 റുപ്യാണ് ആകെ. എന്താ പറയാ, നല്ല വയറ് നിറഞ്ഞു. എനിക്കിപ്പോ ചായ വേണ്ട. ചായ കൂടി ഇങ്ങനെ ഒഴിവാകുന്നോണ്ടേക്ക് ചായ കിട്ടാതായി ചായക്കായിട്ടൊരു കടയോടെ, ചായക്കായിട്ടൊരു കടയിൽ നിർത്തണം. അപ്പൊ ഞാൻ മടിച്ചിട്ട് നിർത്തൂല. ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കാരം. 1 മണിക്കൂർ ഉണ്ടാവും ഞാൻ നിർത്തുക. അതിന്റെ ഇടയിൽ കാര്യപ്പെട്ടൊന്നുമില്ല. വേറെ ചായ കുടിച്ചാൽ മാത്രം നിർത്തുക എന്ന് പറഞ്ഞാല് ഞാൻ നിർത്തൂല. ഞാൻ അങ്ങനെ പോകും. അതുകൊണ്ട് ചായ കൂടി ഒഴിവാണ്. ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പെരും ബ്ലോക്ക്. കാരണം റോഡിന്റെ പണി നടക്കുന്നതുകൊണ്ടാണ്. അവിടുന്ന് ലെഫ്റ്റ് കൂടെ കയറിയിട്ട് വഴി കാണിക്കട്ടെ. ഞാൻ അതുവഴി വിട്ടാലോ എന്ന് കരുതുന്നുണ്ട്. ഇതാണ് ആ വഴി. നമുക്കല്ലിൽ ഉൾവഴി നമുക്ക് ഇഷ്ടമാണല്ലോ, ഉള്ളിൽ കൂടെ അങ്ങനെ കറങ്ങി പോണത്. അങ്ങനെ ഉള്ളിൽ കൂടെ കറങ്ങി പോണ വഴിയാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് വല്ലതും ഉണ്ടോ എന്നുള്ളത്. അപ്പൊ വേറെ എവിടേക്ക് ഞാൻ തിരിയില്ല കേട്ടോ, കാരണം നമ്മൾ ചെന്നൈ എത്തിയില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് ചെന്നൈ എന്ന് നോക്കിയിട്ട് ചെന്നൈയിൽ ടൂറിസ്റ്റ് പ്ലേസിൽ തന്നെ ഞാൻ പോകുന്നില്ല. ഇത് ഏത് കാട്ടുമുക്കൊക്കെയാണ് ഭഗവാനെ. പക്ഷെങ്കിൽ ഇതിലൊരു ഹൈവേയുടെ പണി നടക്കുന്നുണ്ട്. ഇതിലൊരു ഹൈവേ കൂടി വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലൊരു ഹൈവേ കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ തിരക്കൊക്കെ ഏതാണ്ടൊക്കെ കൺട്രോൾഡ് ആവാൻ സാധ്യത ഉണ്ട്. ഇത് ചിലപ്പോ എക്സ്പ്രസ് വേ ആയിരിക്കാം കേട്ടോ. പണി നടക്കുന്നേ ഉള്ളൂ. വലിയ തിരക്കില്ലാത്ത ഏരിയ കൂടെ നമ്മളത് പോകണം. ടൗണുകളൊക്കെ മാറിയാണ് പോകും. നല്ല പാടശേഖരമാണ്. നല്ല നെൽകൃഷി ചെയ്തിട്ടുണ്ട് ഇവിടെ. അടിപൊളിയായിട്ട് എത്രയോ ഏക്കർ ചെയ്തിട്ടുണ്ട്. ഈ ഗ്രാമത്തിന്റെ പേരെന്താണെന്നുള്ളത് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇവിടെ കുറെ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്.
ബ്രാഹ്മണരൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ചെറിയൊരു കോവിലുണ്ട്, ചെറിയ കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. വഴി പോരത് പൊട്ടും കുഴിയാണ്. ഈ ഒരു കുളത്തില് ഒരു കുണ്ടില് ഒരുപാട് താമര തിരിഞ്ഞു കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഒരു ഒഴിഞ്ഞ റോഡാണ്. എന്താ പറയാ, വീടുകളോ ഒന്നുമില്ല, പാടത്ത് മണ്ണിട്ട് പൊക്കിയ റോഡാണ്. നല്ല മനോഹര മണ്ണൊക്കെ വായിച്ചു തന്നെയാണ്. പക്ഷേ കൃഷി കൂടി വേണം. ഈ പാടങ്ങളൊന്നും കൃഷി ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കുറച്ച് ഡീസൽ അടിക്കാൻ വന്ന ഒരു 350 റുപ്യൊക്കെ അടിച്ചു. ഇനി നമ്മൾക്ക് കുറച്ച് നേരം വണ്ടി ഒന്ന് ചൂടാക്കണം. പക്ഷേ നമ്മള് അപ്പുറത്തേക്കാം. വിശാഖപട്ടണം 813 കിലോമീറ്റർ. ഈ റോഡിന് അങ്ങനെ പോയാലേ ഞാൻ കാണുന്ന ബോർഡുകൾ വിശാഖപട്ടണം, ഭുവനേശ്വർ, വിജയവാഡ ഇതൊക്കെയാണ്. എന്തായാലും ഇതൊക്കെ നമ്മള് പോയ സ്ഥലങ്ങളാവുമ്പോഴേ നമ്മൾ ആ ഒരു ബോർഡും ആ ഒരു കിലോമീറ്റർ സംഖ്യയും കാണുമ്പോൾ, ആ ബോർഡ് കാണുമ്പോൾ, ആ പേര് കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിൽ ആ സ്ഥലം വരും. എങ്ങനെയാണ് ആ സ്ഥലം, അതാണ് അതിൻ്റെ ഇത്. അപ്പോൾ ചെങ്ങന്മാരെ നമ്മൾ ചെന്നൈയിലേക്ക് എത്തിയിട്ടുണ്ട്. ചെന്നൈയിലേക്ക് ഞാൻ വരുമ്പോൾ ഇന്ന് രാവിലെ തന്നെ പറഞ്ഞാണ് നമ്മൾക്കിന്നൊരു ക്ഷണമുണ്ട് ഇവിടെ. ആ ഒരു ക്ഷണമുള്ളിടത്തേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവരെന്താ വെച്ചാൽ ഞാൻ യാത്രയ്ക്ക് ഇറങ്ങിയ ആ ഒരു ടൈമിൽ തന്നെ, അതായത് ഇറങ്ങുന്നതിൻ്റെ 2 ദിവസം മുന്നേ ഞാൻ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇവിടുന്ന് ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു വരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ അന്ന് തന്നെ പറ്റുവാണെങ്കിൽ ചെന്നൈ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാമെന്ന് പറഞ്ഞു. ഞാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ വന്നത്. നമസ്കാരം. നമസ്കാരം. പേര് കാര്യങ്ങളൊക്കെ പറഞ്ഞവരൊന്ന് പരിചയപ്പെടുത്തണേ നന്നാവും. പ്രഭാകരൻ ചെന്നൈയാണ്. ചെന്നൈയിലെ ആവടിയിലാണ് ഞാൻ താമസിക്കുന്നത്. നാട്ടിൽ ആലപ്പുഴയാണ്. ഞങ്ങളുടെ നാട് പാലക്കാട്. വൈഫിൻ്റെ ഇത് വന്നിട്ട് ആലപ്പുഴയാണ്. അങ്ങനെ പാലക്കാട്ടുകാരനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 1:40 ഇവിടെ എത്തി. ഞാൻ ഇവിടെ നേരത്തെ 1 മണിക്കൂർ മുന്നേക്കെ ആയിട്ട് എത്തിയില്ല. 1 മണിക്കൂർ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഞാൻ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ജസ്റ്റ് ചെന്നൈ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് അവർ കൊണ്ടുപോവാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോവാണ്. എന്നാൽ പോവാല്ലേ? എന്നാൽ പോവാം. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ചെന്നൈ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. ബാക്കിലൊക്കെ ആളുകളുണ്ട്. ബാക്കിലത്തെ ആളുകൾക്കൊന്നും വീഡിയോയിൽ വരാൻ വലിയൊരു താല്പര്യമില്ല. വേറെ ഒന്നുമല്ല കേട്ടോ, മടിയാണ് അല്ലേ. പക്ഷെ എൻ്റെ ഡ്രൈവറായിട്ട് അദ്ദേഹത്തിനെ ബാബു എന്നാണ് എല്ലാവരും വിളിക്കണം. അതിനെ ഞാനും ബാബു എന്ന് വിളിക്കണം. അതായത് ഈ പ്രകാശിനെ കുറിച്ച് അതിനെ കുറിച്ച് വലിയ സംഭവമായിട്ട് പോവാണ്. ബാബു എന്ന് വിളിക്കുമ്പോൾ അതായത് സ്നേഹമൊക്കെ വരുന്ന ഒരു പേരല്ലേ. അപ്പോൾ ഓവട്ടനാണ് നമ്മുടെ വണ്ടി ഓടിച്ചുകൊണ്ട് നിൽക്കുന്നത്. നമ്മൾ എവിടേക്കാണ് പോണേ? നമ്മൾ HUF എന്ന് പറഞ്ഞ ഒരു ഫാക്ടറി, ഹെവി വെഹിക്കിൾസ് ഫാക്ടറിയാണ്. ഹെവി ടാങ്ക് ഒക്കെ ഉണ്ടാക്കുന്നത് ഈ പട്ടാളത്തില്. അതായത് ആർമി വെഹിക്കിൾസിന്റെ ആർമി വെഹിക്കിൾസ് ടാങ്ക് എന്ന് പറഞ്ഞാൽ ആ ഫാക്ടറിയുടെ അതിൽ നമ്മൾ കാണാൻ പോവുക. ആ ഫാക്ടറിന്റെ പുറത്തേക്ക് ആണ് ഞങ്ങൾ പോകുന്നത്. അകത്തേക്ക് കയറാൻ പറ്റില്ലല്ലോ. പറ്റില്ല സാർ, അകത്തേക്ക് കയറാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അവിടെ ടാങ്ക് ഒക്കെ നിർമ്മിക്കുന്ന ഫാക്ടറിന്റെ പുറത്ത് പോയിട്ട് നമുക്ക് അവിടെ 2 ടാങ്ക് ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടാങ്ക് ഒക്കെ ഒന്ന് കാണാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 1-2 സ്ഥലം കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, ഇവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടേക്കൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ ദിവസം ഇവിടെ ഇങ്ങനെയായിട്ട് ചെന്നൈയിൽ കലങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങോട്ട് അത് നമ്മുടെ ഫ്രണ്ടിലൊരു ആർച്ചുണ്ട്. അപ്പോൾ അവിടെ വരെ നമ്മൾക്ക് നോർമലി നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിലാണല്ലേ. അവിടെ നാട്ടിൽ പിന്നെ സെൻട്രൽ ഗവൺമെൻറ് അല്ലേ. സെൻട്രൽ ഗവൺമെൻറ് കീഴിലാണ് പിന്നെ അങ്ങോട്ടുള്ളത്. അതായത് ചെന്നൈൻ്റെ വേസ്റ്റൊക്കെ കൊണ്ടുപോടുന്നത്. അത് ചെന്നൈൻ്റെ വേസ്റ്റ് ഒന്ന് പോട്ടെ. അതായത് അവിടെ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആളുകൾക്കും അറിയുണ്ടാവും. എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളത്. ഞാൻ ചെന്നൈ ഇങ്ങനെയൊന്നും ഒരു പ്ലാൻ ചെയ്തിട്ടില്ല. ഇതൊക്കെ അദ്ദേഹമാണ് നമ്മളെ കൊണ്ടുവന്ന് കാണിക്കുന്നത്. നമുക്ക് കയറാല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. അതിലെന്താ, നമുക്ക് കയറി ജസ്റ്റ് ഇറങ്ങാനേ പറ്റുള്ളൂ. എൻട്രൻസ് കാണാം അല്ലേ. അതാണ് ഇവിടെയാണല്ലേ. ഇതാണ് ഇതാണ് OCF. CVRD അല്ല, ഇവിടെയാണ് അപ്പോൾ ടാങ്കർ നിർമ്മിക്കണത്. ടാങ്ക് അവിടെ ഇനിയും കാണിക്കാം. ഇത് CVRD ആണ്. അല്ല, CVRDന്റെ ഫുൾ എന്താ? ഇതാണല്ലേ. കോമ്പാക്ട് വെഹിക്കിൾസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്. ഓഹോ, എടുക്കൂലേ. എന്താ ഇറങ്ങണം. നമ്മൾ ഫസ്റ്റ് കണ്ടത് ഇതിൻ്റെ സ്പെയർ പാർട്സുകളൊക്കെ നിർമ്മിക്കുന്ന ഫാക്ടറിയാണ്. അതായത് ഇതിൻ്റെ A to Z കാര്യങ്ങൾ നിർമ്മിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ആക്സസറീസ് ഒക്കെ എടുത്തിട്ട് പിന്നെ ഇവിടെയാണ് കൊണ്ടുവന്ന് നിർമ്മിക്കുന്നത്. സൗത്ത് സോൺ എന്ന് കൊടുത്തിട്ടുണ്ട്. വിജയാനന്ദ എന്ന് പറയുന്ന ഒരു ടാങ്കാണ്. കൊള്ളാമല്ലേ. ഒരു ടാങ്ക് ഞാൻ ഇതുവരെ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല കേട്ടോ, ഇത്ര അടുത്തായിട്ട്.
നമ്മുടെ ദേശീയ പതാക അവിടെ പാറി പറക്കുന്നു. കൊള്ളാം. ഇത് ഇവിടേക്ക് കയറാൻ പറ്റുന്നൊരു ദിവസം ഏതാന്ന് പറഞ്ഞേ? ഓഗസ്റ്റ് 15 അന്ന് ഈ ടാങ്ക് അവിടെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി. ഇവിടുന്ന് എടുത്തിട്ട് ഇതിവിടെ ഫിറ്റിംഗ് ഉള്ളത് തന്നെയാണ്. വേറെ ഒരെണ്ണം കമ്പനി ഫാക്ടറിയുടെ അകത്തുനിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഇവിടെ നിർത്തിയിട്ട് ഇതിന്റെ അകത്ത് കയറാം. നമുക്ക് കയറിയിട്ട് കയറി ഇരുന്ന് എല്ലാം കാണാം. അതിനകത്തുള്ള സംഭവങ്ങളൊക്കെ കാണാല്ലേ? അത് എന്നാ നടക്കുന്ന എല്ലാ വർഷവും? നമ്മൾ ഓഗസ്റ്റ് ജനുവരി 26. അതുപോലെ 2 ദിവസമാണ് ഇവിടെ പുറത്ത് കൊണ്ടുവരുന്നത്. ആണോ? ഇവിടെ ഇതിനകത്തേക്കോ നമുക്ക് കയറാൻ വേണ്ടി പറ്റില്ല. കയറാം എന്ന് പറഞ്ഞാൽ വെളുപ്പിന് അത് ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ വാക്കിങ്ങിന് പോകുന്ന വേണ്ട, അതിനനുസരിച്ചിട്ട് കയറാം. അങ്ങനെ. അതായത് അത് പുറത്തേക്ക് പോകും. പുറത്ത് പോയി. ഇത് നമ്മളെ മിലിറ്ററി ഏരിയ വീണ്ടും നമ്മൾ കയറും അല്ലേ? സ്റ്റേഡിയം, അജയ സ്റ്റേഡിയം. ഇത് അജയ സ്റ്റേഡിയം. അജയ സ്റ്റേഡിയം. പിന്നെ അടുത്തതായിട്ടുള്ളതാണ് മിലിറ്ററി ഹോസ്പിറ്റൽ. ഇതിലൊക്കെ നമുക്ക് കയറാൻ വേണ്ടിയൊന്നും പറ്റൂല, ഇതിലെങ്ങനെ പോവാം. അത് ടാങ്ക് അതിനകത്തുനിന്ന് വരും. ഇതിലല്ലേ വരിക? ഇതില് വന്നിട്ട് അതിലങ്ങനെ ഗ്രൗണ്ടിലേക്ക് പോകും ടെസ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. അതായത് ഇവിടുന്ന് ആവും കയറും അല്ലേ? ഒരു ആർമി ട്രക്ക് ഉണ്ട്. ഒരു ആർമി ട്രക്കിന്റെ കോണിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അവിടെ ഇത് പക്ഷെ ആദ്യത്തെ കാഴ്ചയിലല്ലേ. അരുണാചലിലൂടെ നമ്മൾ പോയെന്ന് വെറും കോൺവേ മാത്രമായിരുന്നു. അതായത് ഇവിടെ മിലിറ്ററി, നേവി, എയർഫോഴ്സ് അല്ലേ, ഇത് മൂന്നും ഇവിടെ തന്നെയാണ്. അവിടെ CRPF ഉണ്ട്. അതായത് ഈ റോഡിൻ്റെ വലതുവശത്തു കൂടെ ഉള്ള ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അതിൽ ഡാർ ചെയ്തിട്ടില്ല. അതിലൊരു തരത്തിലുള്ള കട്ട പതിച്ചതുപോലെയാണ് വഴി പോകുന്നത്. അപ്പോൾ അതിലെയാണ് ടാങ്കർ പോകുന്നത്. അതായത് നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ടാങ്കർ വർക്കിംഗ് ഒക്കെ ഓക്കെ എന്നുള്ള ടെസ്റ്റിങ് പരിപാടിയൊക്കെ നടക്കുന്നത് ഇതിനകത്ത് ആണോ? ഇതിനകത്തല്ലേ. കോവിൽ പതാക എന്ന് പറയുന്ന സ്ഥലത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ഓട്ടോക്കാർ പോകുന്ന കണ്ടിട്ട് പണ്ട് ഉത്തർപ്രദേശിൽ നമ്മൾ ഓട്ടോ ആയിട്ട് പോയപ്പോൾ നമ്മളുടെ വണ്ടിൻ്റെ സ്റ്റാർട്ടിങ് മോട്ടർ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മുടെ വണ്ടിയിൽ തന്നെ ഇതേപോലെ ചവിട്ടിയിട്ടായിരുന്നു കൊണ്ടുവരുന്നത്. ഏതായാലും ഇവർ രണ്ടുപേരും പോകുന്നത് കാണുമ്പോൾ അങ്ങനെ ഞങ്ങൾക്കൊരു ഫീൽ ആവണേ. ചെന്നൈയിൽ ഫസ്റ്റ് ടൈം ആണെന്ന് പറഞ്ഞപ്പോൾ ഇവർ ഏറെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോകാമെന്നാണ് പറയണത്. പക്ഷേങ്കിൽ ഇപ്പം തന്നെ ടൈം ഒരുപാടായില്ല. ഇപ്പം നമ്മൾ പോകണം എടുക്കാന്ന് പറഞ്ഞാൽ ബീച്ചിലേക്കാണോ പോണേ? ഇപ്പം ഫസ്റ്റ് ബീച്ചിലേക്കാണ്. ബീച്ചിൽ പോവാ, ബീച്ച് ജസ്റ്റ് ഒന്ന് കാണാൻ പോരാ, അത്രേ ഉള്ളൂ. കടലല്ലേ? സെൻട്രൽ വഴി. സെൻട്രൽ പറഞ്ഞാൽ ചെന്നൈ സെൻട്രൽ വഴി. അതെ, ചെന്നൈ സെൻട്രൽ ഞാൻ പോകണമെന്ന് കരുതിയിട്ട്. ഇനിയിപ്പോൾ ആരും ഇവിടെ ഇല്ലെങ്കിലും. ഇത് ശരവണ സ്റ്റോർ അല്ലേ? ശരവണ സ്റ്റോർ പാടിയിലാണ് ഞാനുള്ളത്. പാടിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ശരവണ സ്റ്റോർ. ഏതാ ആദ്യം കാണാൻ ഗേറ്റ്? ലൂക്കാസ് ആണല്ലേ. TVSൻ്റെ ഫാക്ടറിയാണ്. അതായത് ഇതാണ് മെയിൻ ഗേറ്റ് TVSൻ്റെ. ലൂക്കാസ് TVS. ശരവണ സ്റ്റോർ. ഇതില്ലെങ്കിൽ കഞ്ഞിയിലുപ്പില്ലാത്ത പോലെയാണ് ചെന്നൈൻ്റെ അവസ്ഥ അല്ലേ? യൂട്ടിനടിക്കണ്ടോ? അല്ല പോവല്ലേ, അത് കുഴപ്പമില്ല. അപ്പൊ അതോ അവിടെ ഫർണിച്ചർ മാത്രമായിട്ട്. ചെങ്ങൈമാരപ്പം ഞങ്ങളുള്ളത് ചെന്നൈ റെയിൽ മ്യൂസിയം അല്ലേ? ഇതിനകത്തു കൂടെയാണ് പോകേണ്ടത്. നമ്മളിതിൻ്റെ അകത്തുകൂടെ നടക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ടിക്കറ്റ് കാര്യം അങ്ങനെ എന്തെങ്കിലും? അതൊന്നുമില്ല, ഞാനൊന്നും കയറിയിട്ടില്ല. ആണോ? പോയി നോക്കാം നമുക്ക് എന്താണ് അവിടുത്തെ ഒരു കാര്യങ്ങൾ. ചെന്നൈ റെയിൽ മ്യൂസിയം ആണ്. ഇതേമാതിരിങ്ങനെ പോകുമ്പോൾ കുറച്ച് പില്ലറുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് റെയിൽവേ ഉപയോഗിച്ച് വേണ്ടാത്ത സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അതൊന്ന് കുതിരയല്ലേ? ഒരു കുതിരയാണത്. ചെസ്സ് കളിക്കില്ല, ചെസ്സിൽ രാജാവാണോ ഉണ്ട്, രാജാവോ രാജ്ഞിയോ. അപ്പം അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഇടയിലൂടെ ഒക്കെ ഉണ്ട്, നമുക്കതിലൊക്കെ പോയിട്ട് കാണാതെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിലെങ്ങനെ നടക്കണം. ഇദ്ദേഹത്തെ കിട്ടിയതാണ് ഏറ്റവും വലിയ രക്ഷപ്പെടൽ എന്ന് പറയുന്നത്. ഞങ്ങളുടെ വണ്ടി കുറേ ബാക്കിലാണ്, അങ്ങോട്ട് വരുന്നുണ്ട് അവർ. അപ്പോൾ ഞങ്ങൾ ആ ഒരു ഗ്യാപ്പിൽ നടന്ന് കാണുന്നതാണ് അതൊക്കെ. അപ്പോൾ അത് കണ്ടോ, ട്രെയിനിൻ്റെ വീൽ, അതുപോലെ തന്നെ ഫ്ലാറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നെറ്റുകൾ കൊണ്ടാണ് ആ ചെയർ ഉണ്ടാക്കിയിട്ടുള്ളത്. വെറും നെറ്റുകൾ കൊണ്ട് മാത്രം. അതുപോലെ തന്നെ ഇതൊക്കെ തരത്തിലുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ ഉപയോഗിച്ച് ചെയ്തതാണ്. കൊള്ളാം അല്ലേ? ചെങ്ങൈമാർ ഇവിടെ ഇനി ഒരു ചുവപ്പ് ബിൽഡിങ് വരാനുണ്ട്. സത്യം പറഞ്ഞാൽ സാധാരണ ഒരു ബിൽഡിംഗ് അല്ല, ഒരു ടാങ്കാണ്.
ചെന്നൈ നഗരത്തിലേക്കുള്ള ഫുള്ളായിട്ട് ചെന്നൈയിലേക്കുള്ള വാട്ടർ സപ്ലൈ നടക്കുന്നത് ഈ ഒരു ടാങ്കിൽ നിന്നാണ്. അത് ഓൾ ചെന്നൈ അല്ലേ? ഓൾ ചെന്നൈയിലേക്ക് എല്ലാ ഭാഗത്തേക്കും ഇവിടെ നിന്നാണ് വെള്ളം പോകുന്നത്. ചെന്നൈ സിറ്റിക്ക് മാത്രമാണോ? ഈ സൈഡിലേക്ക് സൗത്ത് സൈഡ് അല്ലേ ഇത്? ആ പോവാം. അപ്പോൾ ഇത് പുതിയത് പഴയതാ? ഇതാണ് പഴയത്. അത് ബ്രിട്ടീഷുകാരുടെ കാലത്തോ? അന്ന് നിർമ്മിച്ചത് അത്? അന്ന് നിർമ്മിച്ചിട്ടുള്ള ടാങ്ക് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എത്ര ലിറ്റർ കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത് അറിയില്ല. ലിറ്റർ കണക്കൊന്നും ആവില്ല ഇത്. അപ്പോൾ ഇവിടെ നിന്നാണ് ചെന്നൈയിലേക്കുള്ള വെള്ളം എത്തുന്നത്. ഇതിനകത്തേക്ക് ഇതിനകത്ത് പോയിട്ട് ടാങ്കറിൽ വെള്ളം നിറച്ചിട്ട് സപ്ലൈ ചെയ്യുന്നത് അല്ലേ? ചെന്നൈ മെട്രോ വാട്ടർ ടെർമിനൽ പ്ലാന്റ് അല്ലേ? ഓക്കെ എഗ്മോർ ആണല്ലേ? ഇതാണ് എഗ്മോർ പോകുന്ന വഴി. സെൻട്രൽ അങ്ങോട്ട് സെൻട്രൽ എത്താനായോ? 1 കിലോമീറ്റർ ഉണ്ടല്ലോ. പഴയ ബിൽഡിംഗ് ബ്രിട്ടീഷ് കാലഘട്ടത്തിലുള്ള ബിൽഡിങ്ങുകളാണ്. ഇപ്പൊ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഒന്നുമില്ല, ഫ്രീ ആയിട്ട് കിടക്കുവാണ്. എന്തോ ലൈബ്രറി ആർട്സ് കോളേജ്. അപ്പോൾ ഞാൻ അങ്ങനെ റിപ്പോൺ ബിൽഡിങ്ങിൻ്റെ അടുത്ത് ഫ്രണ്ടിലായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് സെൻട്രലിലേക്കായിട്ട് നടന്നു പോവാണ് സെൻട്രൽ ബിൽഡിങ്ങിൻ്റെ അടുത്ത്. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനൊക്കെ ആ ഒരു ഭാഗത്ത് തന്നെയാണല്ലോ. നമ്മൾ ദേശീയ പതാക പറക്കണ്ടല്ലേ? ദേശീയ പതാക ഉണ്ടല്ലേ? അതായത് മെട്രോ സ്റ്റേഷനിലേക്കുള്ള വഴിയാണല്ലേ? മെട്രോ കയറാൻ വേണ്ടിയിട്ടുള്ളതല്ലേ? മെട്രോ സ്റ്റേഷനിലേക്കുള്ള വഴിയാണ്. എസ്കലേറ്റർ ഉപയോഗിച്ച് ഇറങ്ങാം. ഇല്ലാന്നാണെങ്കിൽ നമുക്ക് ലിഫ്റ്റ് സംവിധാനമുണ്ട്. ലിഫ്റ്റ് സംവിധാനം ഉപയോഗിക്കാം. പിന്നെ ചെന്നൈൻ്റെ ഞങ്ങൾക്ക് അധികം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ എന്നാലും നമ്മളൊന്ന് വന്ന സ്ഥിതിക്ക് പറയാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചെന്നൈ സബർബൻ ടെർമിനലാണ്. അവിടേക്ക്, അതായത് ചെന്നൈൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള ഓട്ടത്തിനുള്ള വണ്ടികൾ അവിടെയാണ് വരെ സബർബൻ ട്രെയിനുകൾ. അല്ലാതെ നമ്മൾ ചെന്നൈക്ക് പുറത്തേക്ക് പോകുന്ന, അതായത് നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലൊക്കെ ട്രെയിൻ പോകുന്നത് ഈ ഒരു സ്റ്റേഷനിൽ നിന്നാണ്, സെൻട്രൽ സ്റ്റേഷനിൽ. ഇതൊക്കെ സബർബനിൽ നിന്നും ഇറങ്ങി വരുന്ന, സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളുകളാണ്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം അല്ലേ? ഓക്കെ. അപ്പോൾ അവിടെയാണ് ട്രെയിൻ നിർത്തിയിട്ടുണ്ട് അല്ലേ? അവിടെ ട്രെയിൻ നിർത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ ട്രെയിനുകളുണ്ട്. എന്നാൽ പോവാം. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 11-ലാണുള്ളത്. നമ്മൾ ശരിക്കും ഇതാണ് നമ്മൾ കയറിയ വഴിയാണ് യഥാർത്ഥ ഇതിലെയാണോ? അല്ല, എൻട്രൻസ് ഏതാ? അതിലാണല്ലേ? അതിലിറങ്ങാം നമുക്ക്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് പേര് യാത്രക്കാർ വെയിറ്റ് ചെയ്യുന്നു. 11 പ്ലാറ്റ്ഫോം ഉണ്ട്. അതിലിവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. ഇത് ഇവിടെ സ്റ്റോപ്പാണ്. ഇങ്ങനെയാണ് ഇടുക വണ്ടി. ഈ സ്ക്രീനിലല്ലേ ഇവിടെ കാണിക്കും. പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ റെയിൽവേ അഭിമാനകരമായ ഒരു നിമിഷമാണ്. ഇന്ത്യൻ റെയിൽവേ വെറും ഇഞ്ചൻ സൗണ്ട് മാത്രമാണല്ലേ? ഒരു എഞ്ചിനാണ് പോകുന്നത്. ഞാൻ പോവാല്ലേ? ഇറങ്ങാം. സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി. ഇവിടെ ബസ് നമ്മളുടെ ഫ്ലാഗ് ആക്കണം, ദേശീയ പതാക അതാ പറക്കുന്നു. ഇത് ബസ് സ്റ്റോപ്പ് അല്ലേ? നമ്മളുടെ വണ്ടി എവിടെ? ഇനി രാജീവ് ഗാന്ധി ഗവൺമെൻറ് സെൻട്രൽ ഹോസ്പിറ്റലാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ പക്ക. ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോന്നിട്ട് ഇപ്പോൾ എന്താ പറയുക, സ്ട്രീറ്റുകളിലൂടെ ഒന്ന് സഞ്ചരിക്കുവാണ്. മൊത്തത്തിലല്ല, ഇവിടെ കുറച്ച് എന്താ പറയുക, ഹോട്ടലിലേക്ക് ആവശ്യമുള്ള പാത്രങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ട്രീറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ മിൻ്റ് സ്ട്രീറ്റോ? സ്റ്റൗവ് കടക്ക സ്റ്റൗവ് ഇതാ കിടക്കുന്നു. അങ്ങനെ പിന്നെ പായ്കള്, മെത്തകള് ഇതെല്ലാം ഈ സ്ട്രീറ്റാണ്. പാർക്ക് ടൗൺ. സ്ഥലത്തിന്റെ പേര് പാർക്ക് ടൗൺ എന്നാണല്ലോ. ഇത് അടുത്തത് പൂക്കട.
പൂക്കട ഇതാണ്. ഇത് റിട്ടേൺ ബസാർ. ഇതാണ് റിട്ടേൺ ബസാർ. റിട്ടേൺ ബസാറാണ്. അത് റിട്ടേൺ ബസാർ ആ ഒരു ഏരിയ. ലൈറ്റ്സ് ഫുള്ള് ലൈറ്റ്സ് ആണ്. ഡെക്കറേറ്റ് ചെയ്യാനുള്ള ലൈറ്റ്സ്. മൊത്തം ഡെക്കറേറ്റീവ് ലൈറ്റ്സ് ആണ് മൊത്തം ഇത്. ഡെക്കറേഷൻ. അത് ഈ ലൈറ്റ് ഉള്ളിടത്ത് കൊണ്ടുപോയി പലചരക്കിന്റെ കട ഉണ്ടാവില്ല. അവിടെ ഫുള്ള് ലൈറ്റ് ഉണ്ടാവുള്ളൂ. അത് ഓരോ ടൈപ്പ് ആയിരിക്കും. ലൈറ്റ്സ് ആണ്. ഹൈക്കോർട്ട്. ആ നേരെ കാണുന്ന ഗോപുരം. ഗോപുരം ഹൈക്കോർട്ട് കഴിഞ്ഞിട്ട് കാർഡ്സ് ഒളിമ്പിക്കാണ് ഭയങ്കര ഫേമസ്. കാർഡ്സ് ഇവിടെയാണ്. നമ്മുടെ വെഡിങ് കാർഡൊക്കെ ഇവിടെ ചെയ്തു തരാം. ഇവിടെ ചെയ്തു തരും. ഇല്ല, മോഡൽ ഇഷ്ടം പോലെ മോഡൽ. അതുകൊണ്ടല്ലോ കാണുന്നുണ്ടോ? അതെ അതെ, വെഡിങ് കാർഡ്സ്. വെഡിങ് കാർഡ്സ് മൊത്തം വെഡിങ് കാർഡ്സ് ആണ് അതില്. പിന്നെ പെട്ടി പോലത്തെ സാധനങ്ങൾ. വെട്ടിയോ? വെട്ടി അതുപോലത്തെ സാധനങ്ങൾ ഇതില്. ചെരുപ്പ്, ബാഗ് അതുപോലത്തെ. ഹൈക്കോർട്ട് മിസ്സാക്കണ്ട പറഞ്ഞ ഈ സ്ഥലത്തിന്റെ പേരാ. ഇതിന്റെ അകത്ത് പോയ മിഷനറീസ് ആണ്. ഈ ഡ്രില്ലിംഗ് മെഷീന് അതിന്റെ അകത്ത് പോയ ഡ്രില്ലിംഗ് മെഷീന്, കട്ടിംഗ് മെഷീന്, നിങ്ങൾക്ക് എന്തൊക്കെ മെഷീൻ, കട്ടർ, അതുപോലത്തെ സാധനങ്ങൾ ഈ റോഡിൽ. മെയിനായിട്ട് ടൂൾസിന്റെ ഏരിയ ആണ്. ടൂൾസിന്റെ ഇതിനകത്ത് മൊത്തം ടൂൾസാ. മൊത്തം ഈ പമ്പ്, മോട്ടർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവിടെ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. പിന്നെ അതിന്റെ അപ്പുറത്ത് എന്താ പറഞ്ഞ പോർട്ടോ? അതോ ചെന്നൈ പോർട്ട് അതോറിറ്റി. ഭയങ്കര ഫേമസ് ആയത് ഈ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിന്റെ പേരെന്താ? അതാണിത്. ഓ, മാറ്റിയതാണല്ലേ. ശരി, ഇപ്പോഴും അടിപൊളിയാണല്ലേ. രാത്രി കാണുമ്പോഴാ ലൈറ്റ് ഒക്കെ ഇട്ട് അടിപൊളി ഡെക്കറേറ്റ് കളർ കളറായിട്ട്. ശരി, ഇപ്പൊ ഇവിടെ അപ്പോ നീ വണ്ടി ഓടിക്കോ? അതായത് മദ്രാസ് യൂണിവേഴ്സിറ്റി അല്ലേ? അതാണ് ഈ ഒരു ഏരിയയിൽ ഫുള്ളായിട്ട് കാണുന്നത്. ബസ് സ്റ്റാൻഡ്. ഇതാണ് ജയലളിത, അണ്ണായും കലഞ്ഞരും ഒക്കെ ഇതിനകത്താ. അതായത് അണ്ണാവും കലൈങ്ങറും ജയലളിതയും ഒക്കെ അവരുടെയൊക്കെ സ്മാരകങ്ങൾ അല്ലേ? പേരറിഞ്ഞൊരു അണ്ണ അതാ ഇട്ടിട്ടുണ്ട് നോക്ക്. ഇത് കലൈങ്ങറുതാണല്ലേ? അണ്ണാവും കലഞ്ഞരുടെയും. ഇത് ജയലളിത എംജിആറും. വെട്ടല അപ്പുറത്ത് ഇപ്പുറത്ത് കേട്ടാണല്ലേ? ഇത് ജയലളിതയും എംജിആറും. വെട്ടല അറിയുന്ന ഈ രണ്ടല്ലേ? അവരുടെ പാർട്ടിയുടെ ചിഹ്നമാണല്ലേ? ഓക്കെ. ചെങ്ങൈമാരെ, ഞാനിപ്പോൾ ഉള്ളത് ഇപ്പോൾ മറീന ബീച്ചിലാണ്. ചെന്നൈയിൽ വന്നു കഴിഞ്ഞാൽ മറീന ബീച്ച് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലല്ലോ. വലിയ കാഴ്ചകളൊന്നും ബീച്ചിലേതില്ല. എന്തായാലും നമുക്ക് അവിടെ അങ്ങകലെ ഒരുപാട് ദൂരം അങ്ങോട്ടേക്ക് പോകണം, കടലിലേക്ക്. എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ വരട്ടെ. ഇവിടെയൊക്കെ ഉള്ളൊരു ജനങ്ങളെന്ത് എഴുതിയിട്ടാണ്, ഇഷ്ടംപോലെ ആളുകളാണ്, നല്ല തിരക്കാണ്, ക്രൗഡാണ്. അല്ല, ഇവര് രണ്ടുപേര് രണ്ട് ടൈപ്പായിട്ട് ചെയ്തിട്ടുള്ളായിരുന്നു. അതെ, അത് കാണുന്നുണ്ടല്ലോ. മറ്റു ജയലളിത അല്ലേ? അത് ജയലളിതന്റെ എംജിആറിന്റെയും മെമ്മോറിയലിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് തന്നെ അമ്മൻ്റെ അല്ലേ? ഇവരെ അമ്മ നല്ല പറയാം, ജയലളിതന അമ്മ. അമ്മൻ്റെ വേറെ ഡിസൈനാണല്ലേ? ഈ ഡിസൈൻ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അങ്ങനെയൊന്നുമില്ല അല്ലേ? മക്കളാലാണ് മക്കൾക്കാകണം. അത് ഇതാരാ? ഇതണ്ണ. അത് അത് കഴിഞ്ഞാറ് ബാക്കില്.
ജസ്റ്റ് കലൈങ്ങർ അത് അണ്ണ ഇനി കലൈങ്ങരുടെ അണ്ണാൻ്റെയും മെമ്മോറിയലിലേക്കാണ് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ അവിടെ ഇവിടെ കയറുമ്പോൾ ഇവിടെ വന്നാൽ എവിടെയാണ് ഭരണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ അജാതി മെയിൻ്റനൻസ് ആണ് ഇവിടെ. എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈലൊക്കെ ഇപ്പോൾ ഇട്ടതാണെന്നു അല്ലേ? ഇതൊക്കെ ഇപ്പോൾ പുതിയൊരു ടൈലാണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യവും ക്ലീനാണെങ്കിൽ ക്ലീനിങ്ങും എല്ലാം ഓക്കെയാണ്, സെറ്റാണ്. അതായത് ഇതാണ് അണ്ണാവുടേത് അല്ലേ? ഇത് ഏതാണ്ട് 20 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ്, അല്ല 20-ലേറെ വർഷം പഴക്കമുണ്ട്, നല്ല പഴക്കമുണ്ട്. ഇതിങ്ങനെ ഒരു സ്തംഭം പോലെയാണ് നിൽക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഒരു വാള് പോലെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു രൂപത്തിലാണ് ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എല്ലായിടത്തും പൂക്കളൊക്കെ ഇട്ട് സെറ്റാണ്. 69 തൊട്ട് പറഞ്ഞില്ലേ? ഇതൊരു എന്താ പറയുക, ഒരു വാള് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നുള്ളത് ഇവിടെ ഒന്നും മെൻഷൻ ചെയ്തിട്ട് പോലുമില്ല. നല്ല ഭംഗിയില്ലേ? ലൈറ്റ് വരുമല്ലോ അല്ലേ? ഒരു ലൈറ്റ് എഫക്റ്റ് കൂടി വരുമ്പോഴേക്ക് ശരിയാണ്. ഞങ്ങൾ അടുത്തതായിട്ട് ബീച്ചിലേക്ക് പോവുകയാണ്. ബീച്ചിലേക്ക് പോകുമ്പോൾ ഇരുവശങ്ങളിലായിട്ട് കച്ചവടങ്ങളാണ് എല്ലാം. നമ്മളെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള കച്ചവടങ്ങൾ, അതുപോലെ തന്നെ ശീതള പാനീയങ്ങളെല്ലാം ഉണ്ട്. ബീച്ചിലേക്ക് പോകുന്ന ഈ 2 വശത്ത് നമുക്ക് ഇതിൽ മാത്രമല്ല അല്ലാതെ നമുക്ക് ബീച്ചിലേക്ക് പോകാൻ വേണ്ടി പറ്റും. പക്ഷെ എന്നാലും ഇതിനകത്തു കൂടെ പോകുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ്, ഒരു പ്രത്യേകത ഉണ്ടല്ലോ. 2 വശത്തും കടകളൊക്കെ ആയിട്ട് നല്ല മനോഹരമാണ്. എല്ലാവരും ഇതുവഴി ഇങ്ങനെ പർച്ചേസ് ചെയ്ത് വരും. നമുക്കും തന്നെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ടാറ്റു ഷോപ്പുകളുണ്ട്, ടാറ്റു ചെയ്യണേ ചെയ്യാം. എൻ്റെ ടാറ്റുവിനൊക്കെ ഒന്ന് മുറിച്ച് മാറ്റണം, വേറെ ടാറ്റു ആക്കണം നമുക്ക്. അപ്പം അങ്ങനത്തെ പരിപാടികളുണ്ട്. ആര്യൊന്നും കാണണ്ടേ കട. തോക്കൂല ഒന്നെങ്കിൽ 2 വെടി വെക്കാം അല്ലേ? വെടി വെച്ചാൽ കോവിലാണ്. അതായത് ഇവിടുത്തെ ഷോപ്പുകൾക്കൊന്നും കറണ്ട് കണക്ഷൻ ഇല്ല. കറണ്ട് കണക്ഷൻ ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ കറണ്ട് ഉണ്ടല്ലോ. അതിൽ കാരണം എന്താ വെച്ചാൽ ഇവരെല്ലാവരും പാടെ ചേർന്നിട്ട് ഒരു വലിയൊരു ജനറേറ്റർ വാങ്ങിക്കണം. ജനറേറ്റർ വാങ്ങിയിട്ട് അതിൽ നിന്ന് കണക്ഷനാണ് എല്ലാ കടകൾക്കും. അതിൽ എന്താ പറയുക, എല്ലാവരും ഷെയർ ഇട്ടിട്ട് അതിന് വരുന്ന ചിലവുകൾ എല്ലാവരും ഷെയർ ഇട്ട് വഹിക്കുക എന്നുള്ളതാണ്. അതിന് ചിലപ്പോൾ ഒരു ടീമായിട്ട്, ഒരു അസോസിയേഷനായിട്ടൊക്കെ ഒരു പ്രവർത്തിക്കുന്നുണ്ടാവും. ഒരു ടീമായിട്ട് ഒരു എന്താ പറയുക, ഈ പറഞ്ഞ മാതിരി കമ്മിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അത്രയും കേസുകൾക്കും നമ്മൾ ഇറങ്ങി ചെന്നിട്ടില്ല. പക്ഷെ എന്നാലും അറിവിൽ കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. ബജ്ജികൾ ഇപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഫുഡ് കോർട്ടുകളാണല്ലേ. ലാസ്റ്റ് ഏരിയക്ക് വന്നപ്പോഴേക്ക് വിശപ്പിനുള്ള സാധനങ്ങളാണുള്ളത്. അത് നല്ലൊരു പോയിന്റത്തിനായിട്ടോ അവർ കൊണ്ടുവച്ചത്. ഉറപ്പാ ലാസ്റ്റ് ടൈമിൽ വിശക്കുന്നുള്ളത്. അതുകൊണ്ട് അതവർ നേരത്തെ കൊണ്ടുവച്ചത്. അത് മീനാണല്ലേ? ഇത് ഫ്രഷ് ആയിട്ട് ഇവിടുന്ന് പൊരിച്ചു കൊടുക്കും. എന്താണല്ലേ? വീണ്ടും മീൻ. ഇത് പിന്നെ ബജ്ജി കോട്ടാണ്. എന്ത് ബജ്ജി ഉണ്ടാക്കി തരും. ഇതൊക്കെ ബജ്ജി ഉണ്ടാക്കുന്ന സാധനങ്ങളല്ലേ? മോനെ ഇവിടേക്ക് നൈറ്റ് ആവും തോറും പരിപാടി ടൈറ്റ് ആവുകയാണല്ലോ അല്ലേ? ആണോ? അവിടെ ഹാർബർ. ആ ലൈറ്റ് കാണണല്ലേ? ഫ്രഷ് മീനാ? ഇതിപ്പോൾ വലയിൽ കയറിയിട്ടുള്ള മീനാണ് കേട്ടോ. അവരതിൽ നിന്ന് വലയിൽ നിന്ന് എടുക്കുന്ന പോലെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ബീച്ചിൽ നിന്ന് പുറത്തേക്ക് പോകണം. നമ്മൾ എവിടേക്കാണ് പോകുന്നത്?
നമ്മൾ അണ്ണാനാണ്. ഉറക്കെ പറഞ്ഞോ, എൻ്റെ സൗണ്ട് അല്ലേ കേൾക്കുള്ളൂ. അണ്ണാനഗറിലേക്കാണ് പോലെ നമ്മുടെ യാത്ര. അവിടെ എന്താ മെയിനായിട്ട്? അവിടെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ? അത് സ്ട്രീറ്റ് ഫുഡ് അല്ലേ? അപ്പോൾ ഞങ്ങൾ ആ ഒരു ഏരിയക്ക് തെറിക്കുവാണ്. ഇവിടുത്തെ പ്ലാനൊക്കെ പിന്നെ ഇവരുടെ കയ്യിലാണ്. നമ്മൾക്ക് പ്രത്യേകിച്ച് റോളൊന്നും എനിക്കില്ല. നമ്മൾ നേരത്തെ ഇങ്ങോട്ടേക്ക് വന്നതുപോലെ അല്ല, ഇപ്പോൾ റോഡൊക്കെ നല്ല രീതിയിൽ ടൈറ്റായി, വണ്ടികളൊക്കെ കൂടി. കാരണം ബീച്ചിലേക്ക് വരുന്ന ആളുകളും അതുപോലെ തന്നെ ജോലി കഴിഞ്ഞ് റിട്ടേൺ പോകുന്ന ആളുകളും ഒക്കെ ആകെ ടൈറ്റായി പോയി. ബസ്സുകളുണ്ട്, അങ്ങനെ എല്ലാ വണ്ടികളും ഉണ്ട്. പറക്കും ബ്രിഡ്ജ് അറിയണതാണോ? അതാണോ? പറക്കും ട്രെയിൻ പറക്കും. എൻട്രൻസ് ആണല്ലേ? ഇത് ബുഹാരി. ഇവരുടെ അച്ഛനും അമ്മയൊക്കെ ചെറുപ്പത്തിലെ ഇവിടെ കൊണ്ടുവന്ന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നത്. ഏത് ബുഹാരിയിലോ? ബുഹാരിയില്. ആ, അപ്പൊ ഹോട്ടൽ ബിലാലോ? ബിലാല് ഇപ്പൊ വന്നത് ഫേമസ് ആയതാണല്ലേ? ഇതാണ് LIC ബിൽഡിംഗ്. അതാ LIC ബിൽഡിങ്ങിന്റെ അടുത്തെത്തിയ ഇത് കഴിഞ്ഞ സ്പെൻസർ പ്ലാസ. ഓടിക്കാം. ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബൺ ബട്ടർ ജാമു ആണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സാധനം. ഈ സമോസ നല്ല തിരക്കട 24. ഇത് നൈറ്റ് ഫുൾ ഉണ്ടാവില്ലേ? നമ്മൾ അവിടെ യൂട്ടേൺ എടുത്ത് പോകണ്ട. അവിടെ ഒരു ദർഗയുണ്ട് പറഞ്ഞ പോലെ. ദർഗയിലൊക്കെ നല്ല തിരക്കാണല്ലോ. വണ്ടി വാങ്ങിച്ചാൽ കൊണ്ടുവന്ന് പൂജിച്ചിട്ട് പോകും. ദർഗയിലല്ലേ? കാറിന്റെ ഹെഡ്ലൈറ്റ്. ഈ ഒരു ഏരിയയിൽ ഫുള്ളായിട്ട് ഒരു പൊളി മാർക്കറ്റാണ്. അതായത് ബൈക്ക്, കാറ് എന്നിവയുടെയൊക്കെ എല്ലാവിധ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലമാണ്. നൈറ്റ് ആയതുകൊണ്ട് കുറച്ച് വിഷ്വലിന് ക്വാളിറ്റി കുറവുണ്ട്, അത് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടോ, ഇതൊക്കെ ധാരാളം ഉണ്ട്. നമുക്ക് ഇവിടത്തൊക്കെ ഷോക്കപ്സും അതുപോലെ തന്നെ വണ്ടിൻ്റെ എല്ലാവിധ സാധനങ്ങളുണ്ട്. എല്ലാ വണ്ടികളുടെ ഉണ്ട്. വണ്ടികളുടെ ഏരിയക്ക് വന്നാൽ ഉള്ളതിന് ആ ഒരു ബൈക്കുകളുടെ ആയിരിക്കും. പോവാം ഞങ്ങളുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ വണ്ടി വേറെ സ്ഥലത്തേക്ക് വരും. ഞാൻ ഇവിടുന്ന് എന്താ പറയുക, റെയിൽവേക്ക് മെട്രോ ആണോ? അത് മെട്രോ അല്ലേ? മെട്രോയിലാണ് ഇനി നമ്മുടെ അടുത്ത യാത്ര കേട്ടോ. ഞങ്ങൾ ചെന്നൈ കറങ്ങണം പറഞ്ഞില്ലേ, അപ്പോൾ മെട്രോയിലേക്കാണ് നമ്മുടെ യാത്ര. കൊള്ളാമല്ലേ, സെറ്റപ്പാണ്. ഞാനത് രാവിലെ നമ്മളിങ്ങോട്ട് ചെന്നൈയിലേക്ക് കയറിയപ്പോൾ തൊട്ട് കാണാൻ തുടങ്ങിയതാണത്. ശരി, നമുക്ക് കയറാൻ വേണ്ടി പറ്റിയില്ല. ആണോ? ടിക്കറ്റ് കൗണ്ടറാണ്. ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറിപ്പോവും. ഓൻ്റെ മക്കളെ സംഭവം സെറ്റപ്പ് തന്നെ കേട്ടോ. എവിടെ നമ്മൾ ട്രെയിൻ ഇതാ വന്നിട്ടില്ലല്ലേ? ട്രെയിൻ വരുമ്പോൾ തുറക്കുമോ? അഭിമാനം അല്ലേ? അഭിമാനിക്കാവുന്നതാണ് നമുക്കെല്ലാവർക്കും. തമിഴ്നാട്ടിലാണ് എഴുതിയാണ്ട് കുയിന്താട്ടണ്ട. കയറിപ്പോവാ, എസ്കലേറ്ററാ? ഒന്നും കൊടുത്താൽ മതി, അവിടെ കയറി പോവാൻ. എവിടെ വരിക? ഇതിൽ വരിക? ഇതിൽ വന്ന് ഫോർവേഡ് സ്കോച്ച് ലേഡീസ് നിലയാണ് ഇത്. നമ്മൾ എന്താ പറയുക, ഹൈവേൻ്റെ നേരെ താഴെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഭൂമിക്കടിയിലാണുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ 2 നിലയാണ്. ആ ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെയാണ്, ഇതിൻ്റെ ഓഫീസ് സംഭവങ്ങളൊക്കെ. മേലെ താഴത്താണ്, താഴെ ഫ്ലോറിലാണ്, ഈ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ട്രെയിൻ വരുന്നത് അല്ലേ? സംഭവം നമ്മുടെ ഭൂമിക്ക് ചോട്ടിലാടേ. നമ്മളെ ട്രെയിൻ എത്തിയിട്ടുണ്ട് കേട്ടാ. ആഹാ, കളർഫുള്ളാണുള്ള ആള്. ഇതെങ്ങനെ ആയുള്ളത് കറക്റ്റാക്കി നിർത്തണല്ലേ? ചെന്നൈയിൽ വന്നിട്ട് മെട്രോയിൽ കയറിയില്ലാന്ന് പറയാം. അത് നടന്നു. അതിൻ്റെ തന്നെ ചവിട്ടുണ്ടോ? അതെ, ഞങ്ങൾ തിരുമംഗലം എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അടുത്ത പരിപാടി ഞങ്ങൾ നോക്കട്ടെ. ഞങ്ങളുടെ വണ്ടി ഇപ്പോൾ വരും.
അങ്ങനെ തിരുമംഗലം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ വണ്ടി വരണം. ഞങ്ങളുടെ വണ്ടി ഇപ്പോൾ വരും. ഒരു 2 പേരുണ്ട്. ഇവിടുത്തെ വേറൊരു വിഷയം എന്താ വെച്ചാൽ കാർ പാർക്കിങ് അത് കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്. പാർക്കിങ്ങിലല്ലാതെ വണ്ടി ഇട്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും ചെയ്യില്ലേ? നല്ല മുറ്റ് പണി കിട്ടും. ഒന്നില്ലെങ്കിൽ നല്ല ഫൈൻ കൊടുക്കേണ്ടി വരും. ഇല്ലാന്നാണെങ്കിൽ നമ്മുടെ വണ്ടി തന്നെ അവർ ഏറ്റുകൊണ്ട് പോകും. അധികം അത് സംഭവിക്കുക അല്ലേ? വണ്ടി ഏറ്റിയത് പിന്നെ സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ഫൈന് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് അറിയില്ല. ഷിഫ്റ്റ് ആണ് നമ്മുടെ വണ്ടി, ഓട്ടോമാറ്റിക് ആണ് സാധനം. നമ്മളിങ്ങനെ ഒതുക്കി നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അപ്പുറത്തേക്ക് പോകണം. നമ്മുടെ കൂടെയുള്ള 2 പേര് അവിടെയാണ്. ഇത് അടുത്ത് ഈ അണ്ണാനഗർ ടവർ അല്ലേ? അണ്ണാനഗറിൻ്റെ ഒരു ഭംഗിയുണ്ട്. നല്ല ലൈറ്റൊക്കെ ഉണ്ടായിട്ട് പകൽ പോലെ വിളിച്ചവിടെ വിളിച്ചെന്ന് എഴുതിയിട്ടാണ് പർച്ചേസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് എല്ലാം സെറ്റപ്പാണ്. ഒക്കെ തുറന്ന് വെച്ചേക്കുവാണ്. ടൈറ്റാണ്. ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാനല്ല നമ്മൾ ഫുഡ് കഴിക്കാനാണ് വന്നത്. ഫുഡ് കഴിച്ചിട്ട് നമ്മളങ്ങനെ തെറിക്കും. വേറെ പരിപാടിയൊന്നുമില്ല. സ്ട്രീറ്റ് ഫുഡ് ഒന്ന് അടിക്കാന്ന് കരുതിയിട്ട് പോകുന്നത്. ഒരു വണ്ടി കൊണ്ടുവന്ന് നിർത്തും. അതിൽ നിന്ന് നമുക്ക് ബിരിയാണി റൈത്ത, ചിക്കൻ 65 അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് എന്നൊക്കെയാണ് ബോർഡ്. പിന്നെ ഇതൊരു ഫുഡ് സ്ട്രീറ്റ് ആണ്. ഒരു ചെറിയ ചായയും അതുപോലെ തന്നെ ബജ്ജികളും തുടങ്ങിയ സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു സ്ട്രീറ്റ്. ഇവിടെയൊക്കെ നല്ല ബിരിയാണി അല്ലേ? ബിരിയാണി സെൻറ്ററുകളാണ്. നോൺ വെജിൻ്റെ ഒരു ഏരിയയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ ഇത്രയും നേരം കഴിച്ചുകൊണ്ടിരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വെജ് ഏരിയ. ഇനി നമ്മൾ നോൺ വെജിൻ്റെ ഏരിയ. ഇവിടേക്ക് എന്താ ഏട്ടാ പറയാ? അല്ല, ഇവിടേക്കുള്ള സ്ഥലപ്പേരാണത്? ഫുഡ് കോർട്ട് തന്നെയാണ്. ഇതൊക്കെ ഫുഡിൻ്റെ ആണല്ലേ? ഇതൊരു ലോകമാണല്ലോ. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിനി കയറും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് പറ്റും. അകത്താണ് കടകൾ. ഇവിടെ ഷവർമയല്ലേ ഇത്? നമുക്ക് ഏത് കിട്ടാലും. ഇവിടെയൊക്കെ എന്താ വില ഫുഡ്? പാകമുണ്ടോ? റേറ്റ് ആകുമ്പോൾ തന്നെ ഉണ്ടല്ലോ അവിടെ. അപ്പം നമ്മൾ ഇതിനകത്ത് കയറി. ഇതിനകത്ത് മക്കളെ സംഭവം നഷ്ടമല്ല കേട്ടോ. നമുക്കിവിടെ കയറിയത് നഷ്ടമല്ല അറിയാം കയറിയതിൽ. നമ്മളൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കുന്നില്ല. ഇരിക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ലെന്ന് അറിയൽ. അത്ര കണ്ട് ആളുകളുണ്ടാവും. പക്ഷേങ്കിൽ പിന്നൊക്കെ ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല ഇവിടെ എന്തോ ഒരു പ്രോഗ്രാം, ഒരു നോയുണ്ട്. അതായത് വ്രതമുള്ള ടൈമാണ്. നോൺ വെജ് കഴിക്കാത്തൊരു ടൈമാണ് ഇപ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആൾ കുറവാണ്. പതാകയായിട്ട് അടിച്ചിട്ടൊരു ദേശീയ പതാകയായിട്ട് അടിച്ച് ഷവർമ. ഇതാണ് ആ ഒരു ഫുഡ് കോർട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തു കൂടെയാണ് കടകൾ കൂടുതലായിട്ടുള്ളത്. പുറത്ത് വളരെ കുറവാണ്. പക്ഷേങ്കിൽ ഇതിൻ്റെ അകത്തു കൂടെയാണ് കടകൾ ധാരാളമായിട്ടുള്ളത്. നമ്മളിപ്പോൾ പോയി ഇറങ്ങി പോകുന്നതൊക്കെ ഇതിൻ്റെ അകത്തുനിന്നാണ്. അകത്തുനിന്ന് പുറത്തേക്കാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തി. നമ്മൾ ഹൈവേയിൽ എത്തിയിട്ട് നമ്മൾ പുറത്തു കൂടെ ഇങ്ങനെ നടക്കുകയാണ്. So, going back home. Okay, let's go. ഞങ്ങൾ റിട്ടേൺ അങ്ങനെ ആവടിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ മാർക്കറ്റുകളും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ പോകുന്നത് ആവടി സിറ്റി മുനിസിപ്പൽ കോർപ്പറേഷനുമാണ്. അപ്പോൾ അതിൻ്റെ മുന്നിൽ കൂടെയാണ് പോകുന്നത്. ഇവിടെയൊക്കെ സമയം ഇപ്പോൾ ഏതാണ്ട് 9:45. ഇപ്പോഴും ടൗണ് ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. വളരെ ആക്റ്റീവായിട്ട് നിന്ന് നിൽക്കും ചെങ്ങന്മാരെ. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇവിടുത്തെ റൂമിലാണെന്ന് കിടക്കുന്നത്. ഇന്ന് വീട്ടിലെ ഗസ്റ്റായിട്ട് തന്നെ ഇവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നാൽ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യണം. നൈറ്റ് ലൈഫ് ചെറിയ രീതിയിലും ചെയ്തതാണ്. എന്തായാലും കൊള്ളാൻ തോന്നുന്നു. ചെന്നൈ മൊത്തത്തിൽ നമ്മൾ ഞാൻ അത്രയും കൂടി എടുക്കണമെന്ന് കരുതിയല്ല. എന്നാൽ പോലും നമുക്ക് ഇത്രയൊക്കെ എടുക്കാൻ വേണ്ടി പറ്റി. അത് ഇവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് എന്നെക്കൊണ്ട് ഇത്രയൊക്കെ കവർ ചെയ്യാൻ വേണ്ടി പറ്റിയത്. എനിക്കും തന്നെ അറിവില്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇന്ന് എനിക്ക് ഈ ഒരു യാത്രയിലൂടെ മനസ്സിലായാലും ഏറെക്കുറെയൊക്കെ നിങ്ങളെ കാണിച്ചു തരാനും നിങ്ങളോട് പറഞ്ഞു തരാനും വേണ്ടി സാധിച്ചു. എന്നാൽ പിന്നെ ഞാനിവിടെ നിങ്ങളുടെ കിടക്കും. എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ട്, വീഡിയോ കോപ്പി ചെയ്യൽ പരിപാടികളിലൊക്കെയാണ്. ടൈം കഴിയും. ഇപ്പോൾ 10:30 ഇനിയും വൈകിയത് എന്തായാലും 1 മണി ആ റേഞ്ചൊക്കെ ആവും എന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യണം. അവിടെ തന്നെ വീണ്ടും നാളെ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.